നമുക്ക് എന്തുകൊണ്ട് ഈ ടെൻഷനാവണത്? അവളുടെ കല്യാണത്തിന് അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു, നമ്മളെന്തിനാ നോക്കണത്? മോനെ, നീ താഴേക്ക് നോക്കി പഠിക്കുക. ഇതിനേക്കാൾ വലിയ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് വേറെ ഉള്ളത്. മെന്റൽ സാറ്റിസ്ഫാക്ഷന് ഇത്ര വലിയ മരുന്ന് വേറെന്തെങ്കിലുണ്ടോ? നമുക്കൊരു ഹൗസ് വാമിങ്ങിന് അല്ലെങ്കിൽ വെഡിങ് പ്രോഗ്രാമിന് ടെൻഷനാകുന്ന എന്തുകൊണ്ടാ? അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല, കുറെ തരം ഫുഡില്ല, ആ ടെൻഷനാകുന്ന എന്തുകൊണ്ടാ? അത് റീൽസിൽ ഇങ്ങനെ കുറെ ഫുഡും എൻഗേജ്മെന്റിൽ ചോക്ലേറ്റിന്റെ കൂമ്പാരൊക്കെ കണ്ടോണ്ടല്ലേ. അതിന് നമ്മൾ നോക്കണത്. നമ്മളെന്ത് നോക്കണത്? വേറെ ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? അതിന് നമ്മൾ ചിന്തിക്കണത്. ഷാഫി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, എല്ലാവരും പാടെ തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. ലെറ്റ്സ് കമ്പയർ. ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യലൊക്കെ നമ്മൾ നിർത്തുക. മോനെ, നീ താഴെ നോക്കുക. ഇതെന്തൊരു ആശയാണ് റസൂലുള്ളാഹി പറയണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ താഴെ നോക്കുക എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഖനാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ഖനുഅൻ ബിലാ ഹിർസിൻ വലാ തമഅൻ. ഒരു അത്യാഗ്രഹം ഇല്ലാതെ നീ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക, അത്ര തന്നെയുണ്ട്. പൊതുവിൽ മനുഷ്യന്മാരുടെ നിലപാട് മൂന്നെണ്ണം ഉണ്ടാവും. ഒന്നുകിൽ ഖനാഅത്ത്, അല്ലെങ്കിൽ സുഹദ്, അല്ലെങ്കിൽ ഹിർസ്. A+ ഗ്രേഡാണ് ഖനാഅത്ത് ഹിർസിനൊക്കെ കിട്ടുക. തോറ്റുപോയ ടീമാണ് ഹിർസ്, അലച്ചക്കാർ. അങ്ങനെ പറഞ്ഞാൽ ഒരു മലയാളത്തിലെ ഉദാഹരണത്തിലേക്ക് വരാം. ഫസ്റ്റ് ഉള്ളത് സുഹദ്, ഉള്ള തന്നെ വേണ്ട. അതിന്റെ ക്യാപ്റ്റൻ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു, ഉള്ള തന്നെ വേണ്ട, നമുക്കൊന്നും താല്പര്യം എന്ത് ദുനിയാവ് എന്ത് സ്വത്ത്. അതിലേക്ക് ചിലപ്പോൾ നമുക്ക് ആബ്സല്യൂട്ടിലി എത്താൻ പറ്റിക്കൊള്ളുന്നില്ല. രണ്ടാമതൊരു ടീമാണ് ഖനാഅത്ത്, ഉള്ളത് വേണം, അതിലപ്പുറത്ത് അവർക്കൊന്നും വേണം, ഉള്ളത് സൂപ്പറായിട്ട് വേണം. മൂന്നാമത്തതാണ് ഹിർസ്, അലച്ച. ഉള്ളത് പോരാ, നല്ല ഭാര്യ ഉണ്ടാവും, എന്നാലും +2 പെമ്പിള്ളേരെ നോക്കുന്നതാണ് അതിന്റെ അർത്ഥം. അലച്ചാണ്, എല്ലാത്തിലും അലച്ച, ഫുഡിലും അലച്ച, എല്ലാത്തിലും അലച്ച. കിച്ചണിലേക്ക് എല്ലാം തിന്ന് കഴിഞ്ഞ് കിച്ചണിലേക്ക് വത്തക്ക ബാക്കി കൊണ്ടുപോകുമ്പോൾ ഒന്നും കൂടി തിന്നിട്ടേ മുപ്പര് പോകുള്ളൂ, എന്നാലും അവർക്കൊരു സമാധാനം ഉള്ളൂ.